എനിക്കറിയില്ല. എത്ര നിറമാണ്, എത്ര കളറാണ്, എത്ര ലൈറ്റാണ് എന്താണ് ആ പൂര ചമയത്തിനുള്ളത്. അതിങ്ങനെ നമ്മൾ നാട്ടുപുറത്ത് നിലക്കാവടികളെന്ന് പറയാറുണ്ട്. ഇന്ന് നിലക്കാവടിയാണോ എന്ന് നമുക്കറിയില്ല. പക്ഷേ അതാ അത്ഭുതങ്ങളാണ്, അത്ഭുതങ്ങൾ. എത്രയോ നിറങ്ങൾ, എത്രയോ വെളിച്ചങ്ങളാണ് അതിലിങ്ങനെ വിന്യസിച്ചിരിക്കുന്നത്. ക്ഷേത്ര ഗോപുരം കണക്കെ, ക്ഷേത്ര മതിൽക്കകത്തെ ശ്രീകോവിലിൻ്റെ മുകളിലെ എടുപ്പുകൾ കണക്കെ, അതിലൊരെണ്ണം ആ തിടമ്പേറ്റിയ ആനയുടെ മുകളിൽ ഇരിക്കുന്ന ഒരു രൂപം, ഇങ്ങനെ എത്രയോ വ്യത്യസ്തമായ നിറങ്ങൾ അതിൽ നമ്മളിങ്ങനെ മിന്നി മറയുന്നത് കാണാം. അങ്ങനെ പാറമേക്കാവ് നമ്മളെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. പാറമേക്കാവിൻ്റെ പക്കലുണ്ടായിരുന്ന ദിവ്യാസ്ത്രങ്ങൾ നമ്മൾ പറയാറുണ്ടല്ലോ. ഇതാ യുദ്ധം, രാവണ യുദ്ധത്തിൽ രാമൻ ബ്രഹ്മാസ്ത്രം ഉപയോഗിക്കുമ്പോൾ അതിനെ തകർക്കാൻ രാവണന് കഴിയുന്നില്ല. അങ്ങനെ പലതരം അസ്ത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എയ്ത് രാവണ യുദ്ധം നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ ഇങ്ങനെ ഇവിടെ പലതരം രൂപങ്ങൾ. ഇല്ല പി ജെയിംസ് സാറ്, നമുക്ക് ആര് മുന്നിൽ ആര് പിന്നിലെന്ന് പറയാൻ കഴിയുന്നില്ല. എല്ലാവരും മുന്നിലാണ്, ആരും പിന്നിലല്ല എന്ന് മാത്രമേ പറയാൻ നമുക്ക് കഴിയുന്നുള്ളൂ. അതാ നോക്കൂ, വീണ്ടും ഇതാ തിരുവമ്പാടി, അവിടെ പാറമേക്കാവ് നിലക്കാവടി കണക്കെ കുടകൾ ഉയർത്തപ്പോൾ ഇതാ തിരുവമ്പാടി വീണ്ടും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു. ഇവിടെയും പുതിയ പുരാണ കഥാസന്ദർഭങ്ങളൊക്കെ ആലേഖനം ചെയ്ത ദേവീദേവന്മാരുടെ ചിത്രം ആലേഖനം ചെയ്ത LED കുടകൾ ഉയർത്തുകയാണ്. അവിടെ വീണ്ടും ഇതാ ശിവനാണ്. ഈ ശിവന്റെ എത്രയോ രൂപങ്ങളിലൂടെ ഇതിനോടകം കടന്നു. തൃശൂലധാരിയായ പരമശിവനെയാണ് നമ്മൾ കാണുന്നത്. തിരുവമ്പാടി പ്രത്യേകിച്ച് ഇപ്പൊ 3ാം തവണയാണ്. അതെ മഹാശിവനെ പരമശിവൻ വടക്കുന്നാഥനാണല്ലോ. വടക്കുന്നാഥന്റെ തെക്കേ ഗോപുരനടയോട് ചേർന്നാണല്ലോ തിരുവമ്പാടി നിൽക്കുന്നത്. അപ്പോൾ പരമശിവനെ കേന്ദ്രീകരിച്ചാണ്, പരമശിവനാണ് അവരുടെ തീമെന്ന് തോന്നുന്നു. തിരുവമ്പാടിയുടെ കുടമാറ്റത്തിന്റെ തീം ഇത്തവണ പരമശിവനാണ്. മനോഹരമാണ് പാറമേക്കാവിന്റെ പീലിക്കാവടി, വളരെ മനോഹരമായി. തൃശ്ശൂരിലെ ക്ഷേത്രങ്ങളിലൊക്കെ വളരെ പ്രസിദ്ധമാണ് പീലിക്കാവടി പ്രദർശിപ്പിച്ചിരിക്കുന്നത്. വിജയകുമാർ, എന്തായാലും വളരെ മനോഹരമായതാണ്. പ്രത്യേകിച്ച് വർണ്ണപ്രപഞ്ചത്തിൽ മുങ്ങി നിൽക്കുകയാണ്. ആരവങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. ബ്രഹ്മാസ്ത്രങ്ങൾ പുറത്തെടുത്തുകൊണ്ട് തിരുവമ്പാടിയും പാറമേക്കാവും മത്സരത്തിൽ തന്നെയാണ്. വല്ലാത്ത ആരവം മുഴങ്ങുന്നു. ഇതിന്റെ അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ആവേശം വാരോളം ഉയരുകയാണ്. എത്ര മനോഹരമായ കാഴ്ചയാണ് പീലിക്കാവടികൾ ഉയർന്നു നിൽക്കുന്നത്. അത് പ്രത്യേക വർണ്ണത്തിൽ ആ പരമശിവന്റെ ഭാവം കാലഭൈരവന്റെ ഭാവമാണെന്ന് സന്തോഷ് രോഹിണി എന്ന പ്രിയപ്പെട്ട നമ്മുടെ പ്രേക്ഷകന്റെ ഒരു പ്രതികരണം കൂടിയുണ്ട്. ശരിയാണ്, അത് കാലഭൈരവന്റെ ഭാവം തന്നെയായിരിക്കും. എല്ലാം പരമശിവനാണ്. വടക്കുന്നാഥന്റെ വിവിധ രൂപങ്ങളാണ്. എനിക്ക് തോന്നുന്നത് തിരുവമ്പാടിയുടേതൊരു തീം പരമശിവനാണ് അവരുടെ തീമെന്ന് തോന്നുന്നു. ഇത്തവണത്തെ കുടമാറ്റത്തിന്റെ തീം അല്ലേ? കാശിയിൽ പോയാൽ അതെ, കാലഭൈരവ ക്ഷേത്രമുണ്ട്. അതെ, ഒരുപക്ഷെ MTയുടെ നോവലിൽ വളരെ കൃത്യമായിട്ട് കാലഭൈരവ ക്ഷേത്രത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. നമുക്ക് അല്പസമയം കൂടി മേളം കേൾക്കാം.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.